അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ. സ്നേഹ ബഹുമാനം നിറഞ്ഞ ഉമ്മമാരെ ഉപ്പമാരെ, ഇന്ന് വിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൻ്റെ 2ാമത്തെ വെള്ളിയാഴ്ച ദിനമായിരുന്നു. ഇന്നിപ്പോൾ നമ്മളെല്ലാവരും 15ാം രാവിലേക്ക് പ്രവേശിക്കുകയാണ്. അതായത് നാളെ 15ാം ദിനമാണ്. പരിപാവനമായ ദുൽഹിജ്ജ മാസം പകുതി ദിവസം ഇതാ പിന്നിട്ടിരിക്കുകയാണ്. ദുൽഹിജ്ജ മാസത്തിൽ നമ്മൾ ഒരുപാട് സൽക്രമങ്ങൾ ആദ്യം മുതലേ ചെയ്തു വരുന്നുണ്ട്. നമ്മൾ സൂറത്തുൽ ഫജ്ർ ഓതുന്നവരാണ്. അതുപോലെ തന്നെ ഒരുപാട് ദിക്റുകളും സ്വലാത്തുകളും തസ്ബീഹുകളും ഒക്കെ നമ്മൾ ചൊല്ലുന്നവരാണ്. പെരുന്നാൾ കഴിഞ്ഞു, ഇനി നമ്മൾ ചൊല്ലണ്ട, എങ്ങനെയല്ല, ഇനിയുള്ള ദിവസം, അതായത് ഇനിയുള്ള 15 ദിവസം 14 ദിവസം ഇൻഷാ അല്ലാഹ് സൂറത്തുൽ ഫജ്റും മറ്റ് ആരാധനകളും മറ്റ് ഇബാദത്തുകളൊക്കെ നമ്മൾ കൃത്യമായി കൊണ്ടുപോവുക. ഹാജിമാരെല്ലാവരും അൽഹംദുലില്ലാ നാട്ടിലേക്ക് മടങ്ങാനുള്ള വലിയ തയ്യാറെടുപ്പിലാണ്. പല ആളുകളും മടങ്ങിക്കഴിഞ്ഞു. അൽഹംദുലില്ലാ, അല്ലാഹു തആല അവർക്കൊക്കെ വലിയ ഖൈറും സമാധാനവും റാഹത്തും കൊടുക്കട്ടെ. നമുക്കൊക്കെ അടുത്ത വർഷം ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് തരട്ടെ. അൽഹംദുലില്ലാ, അല്ലാഹു തആല നമ്മുടെ സദസ്സിനെ സ്വീകരിക്കട്ടെ. നിരവധി പേര് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് ദ്വാരക്കാം. നമ്മുടെ പ്രയാസ പ്രശ്നങ്ങൾ, സങ്കടങ്ങൾ, ദുഃഖങ്ങൾ മാറാൻ നമുക്ക് ഇൻഷാ അല്ലാഹ് ഒന്നിച്ച് ദ്വാരക്കാം. അല്ലാഹു തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ പരിപൂർണമായി ഖബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും ആദ്യത്തെ ദിക്റിലേക്ക് പ്രവേശിക്കാം. ഹജ്ജ് കഴിഞ്ഞ കാലമാണ്. ഹാജിമാരെല്ലാവരും നാട്ടിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ പുറപ്പെടുന്ന സമയമാണ്. ഈ സമയത്ത് അവരൊക്കെ വലിയ രൂപത്തിൽ പാപങ്ങൾ പൊറുപ്പിക്കപ്പെട്ട് നല്ല മനസ്സോടുകൂടി നല്ല ശരീരത്തോടുകൂടി നാട്ടിലേക്ക് മടങ്ങി വരികയാണ്. ഈ സമയത്ത് നമ്മൾ ഇൻഷാ അല്ലാഹ് ഹജ്ജ് ചെയ്യാതെ തന്നെ നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ വലിയ സഹായം എപ്പോഴും ഉണ്ടാകാനും എല്ലാവിധത്തിലുള്ള ഖൈറുകളും ജീവിതത്തിൽ കിട്ടാൻ ഒരു ദിക്ർ പതിവാക്കണം. മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞ സ്വഹാബിമാർ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളൊരു ദിക്റാണ് ഇനി ഇൻഷാ അല്ലാഹ് പറയാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒന്നിച്ചത് പറഞ്ഞു. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. 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 അഹബ്ബുൽ കലാമി ഇലല്ലാഹ്, അള്ളാഹുലേക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ബഅദൽ ഖുർആൻ, ഖുർആനിന് ശേഷം അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു ദിക്റാണ് ഇൻഷാ അല്ലാഹ് ഇത് നമ്മൾ പറയാൻ പോകുന്നത്. വേറെ ഒന്നുമില്ല, നമ്മൾ നിസ്കാരങ്ങൾക്ക് ശേഷം സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്,
അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഈ ദിക്ർ പറയൂലേ, ഈ 4 ദിക്ർ, ഈ 4 ദിക്റും ചേർത്തിട്ട് നമ്മൾ ഒന്നിച്ച് പറയുന്നു എന്ന് മാത്രം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ 4 ദിക്റും ഒന്നിച്ച് പറയുന്ന അത് പുണ്യമുള്ള ഒരു തസ്ബീഹാണ് നമ്മൾ പറയാൻ പോകുന്നത്. എല്ലാവരും മനസാന്നിധ്യത്തോടു കൂടി പറയുക. ഇത് പറയുന്ന സമയത്ത് എന്തെല്ലാം നമ്മുടെ മനസ്സിൽ ആവശ്യങ്ങളുണ്ടോ, മുറാദുകളുണ്ടോ, അല്ലാഹു എല്ലാം നിറവേറ്റി തരുമാറാവട്ടെ. ആമീൻ. ഒന്നിച്ചു പറഞ്ഞോളി. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഇൻഷാ അല്ലാഹ് അടുത്തതായി നമ്മൾ പറയാൻ പോകുന്ന ദിക്ർ, കടലിൻ്റെ നുരയോളം തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും അള്ളാഹു പൊറുത്തു തരുമെന്ന് പറയപ്പെട്ട, മാത്രമല്ല ഹജ്ജ് ചെയ്യാത്തവർക്ക് ഹജ്ജിൻ്റെ പ്രതിഫലം പോലോത്തൊരു പുണ്യം കിട്ടുമെന്ന് ഹദീസിൽ കണ്ട അതിപ്രധാനപ്പെട്ട, അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള വാക്കുകളിൽ പ്രധാനമായ ഒന്ന് ആയ ഒരു ദിക്റാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ആരാധനക്കർഹൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന് ഒരടിമ സാക്ഷ്യം വഹിക്കുന്ന ദിക്റാണ് ഈ ദിക്ർ. ഇൻഷാ അല്ലാഹ് നമുക്കതെല്ലാവർക്കും ഒന്നിച്ച് പറയാം. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير.
لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير പരിശുദ്ധമായ ദുൽഹിജ്ജ മാസം, ഈ ദുൽഹിജ്ജ മാസത്തിൻ്റെ മുഴുവൻ ശ്രേഷ്ഠതകളും നമുക്ക് കിട്ടാനും അതുപോലെ തന്നെ ഈ ദുൽഹിജ്ജ മാസത്തിൽ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കച്ചവടത്തിലും സമാധാനം, ജീവിതത്തിൽ എപ്പോഴും ഒരു സ്വസ്ഥത ഒക്കെ ഉണ്ടാവാൻ ഈ നിസ്കാരത്തിന് ശേഷം നമ്മൾ പറയുന്ന ഒരു ദിക്റുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അത് നമുക്ക് എപ്പോഴും പറയാൻ പറ്റിയതാണ്. നിസ്കാരത്തിന് ശേഷം മാത്രമല്ല, എപ്പോഴും ഏത് സമയത്തും പറയാൻ പറ്റിയതാണ്. ആ ഒരു ദിക്റ് മഹാന്മാരായ താബിഈങ്ങൾ, തബുഉ താബിഈങ്ങൾ നിത്യമായി കൊണ്ടു നടന്ന ഒരു ദുആയാണ്, അതൊരു ദിക്റാണ്, അതൊരു തസ്ബീഹാണ്. എല്ലാ ഗണത്തിലും പെടുത്താം. വലിയ ശ്രേഷ്ഠതയാണ് അത് പറഞ്ഞാൽ. ഇൻഷാ അല്ലാഹ് അതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത് കേട്ടോ. എല്ലാവരും ഒന്നിച്ച് പറയും. അല്ലാഹുമ്മ അന്തസ്സലാം വമിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുമ്മ അന്തസ്സലാം വമിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുമ്മ അന്തസ്സലാം വമിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുമ്മ അന്തസ്സലാം വമിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുമ്മ അന്തസ്സലാം വമിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. اللهم أنت السلام ومنك السلام تباركت يا ذا الجلال والإكرام. اللهم أنت السلام ومنك السلام تباركت يا ذا الجلال والإكرام. اللهم أنت السلام ومنك السلام تباركت يا ذا الجلال والإكرام. اللهم أنت السلام ومنك السلام تباركت يا ذا الجلال والإكرام. اللهم أنت السلام ومنك السلام تباركت يا ذا الجلال والإكرام. اللهم أنت السلام ومنك السلام تباركت يا ذا الجلال والإكرام. اللهم أنت السلام ومنك السلام تباركت يا ذا الجلال والإكرام. اللهم أنت السلام ومنك السلام تباركت يا ذا الجلال والإكرام. പരിപാവനമായ ഈ ദുൽഹിജ്ജ മാസത്തിൽ ഈമാൻ സലാമത്താവണം. അല്ലാഹു തആല എപ്പോഴാണ് നമുക്ക് മരണം വിധിച്ചിട്ടുള്ളത് എന്നറിയില്ല. എപ്പോഴാണെങ്കിലും മരിക്കും. ആ മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി മരിക്കണം. അതിന് മുൻഗാമികളായ ഒരുപാട് മഹത്തുക്കൾ വെള്ളിയാഴ്ച രാവിലും അതിൻ്റെ പകലിലും അതുപോലെ തിങ്കളാഴ്ച രാവിലും തിങ്കളാഴ്ച എല്ലാ ദിവസവും എന്ന് പറയാം, രാത്രിയിലും പകലിലും ഒക്കെ ഒരുപാട് കണ്ട് അവർ പറഞ്ഞിരുന്ന ഒരു ബൈത്ത്, 4 വരി ബൈത്താണ് ഇൻഷാ അല്ലാഹ് ഇനി പറയാൻ പോകുന്നത്. ഒന്ന് പറഞ്ഞേ. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഹബ് ലീ തൗബതൻ വഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറു ദംബിൽ അളീമി. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ
الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم പരിപാവനമായ ഈ ദുൽഹിജ്ജ മാസത്തിൽ ഒരിക്കലും നമ്മൾ ഉപേക്ഷിക്കാൻ പാടില്ലാത്ത ഒരു ദുആയാണ് ഇനി പറയാൻ പോകുന്നത്. സ്വർഗത്തെ ചോദിക്കുകയാണ്, നരകത്തിൽ നിന്നും മോചനം ചോദിക്കുകയാണ്. മഹാന്മാരായ സ്വഹാബിമാരോട് മുത്തായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ദുആയാണ് ഇനി പറയാൻ പോകുന്നത്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക റിളാക വൽ ജന്ന വ അഊദു ബിക മിൻ സുഖ്തിക വന്നാർ. اللهم إني أسألك رضاك والجنة وأعوذ بك من سخطك والنار. اللهم إني أسألك رضاك والجنة وأعوذ بك من سخطك والنار. اللهم إني أسألك رضاك والجنة وأعوذ بك من سخطك والنار. اللهم إني أسألك رضاك والجنة وأعوذ بك من سخطك والنار. اللهم إني أسألك رضاك والجنة وأعوذ بك من سخطك والنار. اللهم إني أسألك رضاك والجنة وأعوذ بك من سخطك والنار. اللهم إني أسألك رضاك والجنة وأعوذ بك من سخطك والنار. اللهم إني أسألك رضاك والجنة وأعوذ بك من سخطك والنار. اللهم إني أسألك رضاك والجنة وأعوذ بك من سخطك والنار. اللهم إني أسألك رضاك والجنة وأعوذ بك من سخطك والنار. اللهم إني أسألك رضاك والجنة وأعوذ بك من سخطك والنار. اللهم إني أسألك رضاك والجنة وأعوذ بك من سخطك والنار. اللهم إني أسألك رضاك والجنة وأعوذ بك من سخطك والنار. اللهم إني أسألك رضاك والجنة وأعوذ بك من سخطك والنار. اللهم إني أسألك رضاك والجنة وأعوذ بك من سخطك والنار. اللهم إني أسألك رضاك والجنة وأعوذ بك من سخطك والنار. اللهم إني أسألك رضاك والجنة وأعوذ بك من سخطك والنار. اللهم إني أسألك رضاك والجنة وأعوذ بك من سخطك والنار. മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ വലിയ തൗബയുടെ ഇസ്തിഗ്ഫാറിൻ്റെ ദിക്റായ ദുആയായ കാര്യമാണ്
ആ ഒരു വലിയ വചനമാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ജീവിതത്തിൽ പ്രശ്നങ്ങളുള്ളവരാണോ ഞാനും നിങ്ങളും എങ്കിൽ ഇത് പറഞ്ഞോ ദുആ ചെയ്തോ അല്ലാഹു മാറ്റിത്തരും. ഒന്നിച്ചു പറഞ്ഞേ, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഒരുപാട് പേര് പറയുന്നു, ഉസ്താദ് ഈ കണ്ണിന് കാഴ്ച കുറവാണ്, കാഴ്ച വളരെ കുറവാണ്, അതുപോലെ കണ്ണിൽ അസുഖമാണ്, പിന്നെ കണ്ണേറാണ്. അപ്പോൾ കണ്ണുമായി ബന്ധപ്പെട്ട, അത് കണ്ണേറാവട്ടെ, കണ്ണിസുക്കേടാവട്ടെ, എന്തുമാവട്ടെ, നമ്മുടെ മക്കൾക്കാവട്ടെ, നമുക്ക് മുതിർന്നവർ ആരെല്ലാം ഉണ്ട്, എല്ലാവരുടെയും അതുപോലെയുള്ള അസുഖങ്ങൾ, കണ്ണ് സംബന്ധമായ എല്ലാ രോഗങ്ങൾക്കുള്ള ശിഫയാണ് അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽപ്പെട്ട പേരുകളിൽപ്പെട്ട 2 പേര്. ഒന്ന് യാ നൂറു യാ അള്ളാഹ്, പ്രകാശമാകുന്ന അള്ളാഹുവേ. അതുപോലെ മറ്റൊന്നാണ് യാ ബസീറു യാ അള്ളാഹ്, എല്ലാം കാണുന്നവനായ അള്ളാഹ്. ഈ 2 ഇസ്മും ചേർത്ത് നമുക്കൊന്ന് പറഞ്ഞാലോ വലിയ ശ്രേഷ്ഠതയാണ്, വലിയ പ്രതിഫലമാണ്. ഒന്ന് പറഞ്ഞേ, യാ നൂറു യാ ബസീറു യാ അല്ലാഹ്. 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 യാ
നൂറു യാ ബസീറു യാ അല്ലാഹ് യാ നൂറു യാ ബസീറു യാ അല്ലാഹ് യാ നൂറു യാ ബസീറു യാ അല്ലാഹ് യാ നൂറു യാ ബസീറു യാ അല്ലാഹ് യാ നൂറു യാ ബസീറു യാ അല്ലാഹ് യാ നൂറു യാ ബസീറു യാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്, നമ്മൾ ചൊല്ലിയ ദിക്റുകൾ, തസ്ബീഹുകൾ, ഇത് കൊണ്ട് എന്തെല്ലാം നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമോ അതെല്ലാം അള്ളാഹു വേഗത്തിൽ നമുക്ക് തന്ന് അനുഗ്രഹിക്കട്ടെ. എല്ലാ നേട്ടങ്ങളും അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ദുആയിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മുടെ വീഡിയോകൾക്ക് താഴെ നിരവധി പേരെ ദുആരക്കാൻ പറഞ്ഞ് എല്ലാവർക്കും വേണ്ടി പ്രത്യേകമായി ദുആരക്കുകയാണ്. അള്ളാഹു തആല നമ്മുടെ ദുആയിനെ സ്വീകരിക്കട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുമ്മ അൻസിൽഹുൽ മഖ്അദൽ മുഖറബ ഇൻദക യൗമൽ ഖിയാമ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അർഹമുർ റഹീമീനായ രാജാതി രാജനായ റഹ്മാനെ, ഞങ്ങൾ ഒരുമിച്ച് കൂടരും ഞങ്ങളുടെ ദുആയും ഞങ്ങളുടെ തസ്ബീഹും നീ കബൂലാക്കണേ അല്ലാ. റഹ്മാനെ, ഞങ്ങൾ ചെയ്യുന്ന എല്ലാ ഇബാദത്തുകളും നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ ദിക്റുകൾ, തസ്ബീഹുകൾ, ഞങ്ങളുടെ സുന്നത്തായ നോമ്പുകൾ, അതുപോലെ ഞങ്ങൾ ഒരുപാട് ദിക്റുകൾ ചൊല്ലിയിട്ടുണ്ട്, ഒരുപാട് സ്വലാത്തുകൾ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് സ്വതക്കകൾ കൊടുത്തിട്ടുണ്ട്, ഖുർആൻ ഓതിയിട്ടുണ്ട്. അല്ലാഹുവേ, എല്ലാത്തിൻ്റെയും പോരായ്മകൾ പരിഹരിച്ച് നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹു, ഞങ്ങളുടെ പ്രതിനിധികളായി നിന്റെ അതിഥികളായി വന്നിട്ടുള്ള ഹാജിമാരെ നീ സ്വീകരിക്കണേ അല്ലാ. അവരുടെ ഹജ്ജും ഉംറയും നീ മഖ്ബൂലും മബ്റൂറുമായി ഖബൂലാക്കണേ അല്ലാ. താമസിയാതെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഹജ്ജും ഉംറയും ചെയ്യാനുള്ള തൗഫീക്ക് തരണേ റഹ്മാനെ. മുത്തായ റസൂലിന്റെ റൗള സിയാറത്ത് ചെയ്യാൻ, അവിടെ ചെന്ന സ്വലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന സലാത്തും സലാമും പറയാൻ ഈ പാപികളായ ഞങ്ങൾക്ക് നീ തൗഫീക്ക് തരണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഇരിക്കുന്ന ഉമ്മമാർ ഒരുപാട് പ്രശ്നങ്ങളുള്ളവരാ. ഞങ്ങൾക്കെല്ലാവർക്കും ഒരുപാട് പ്രതിസന്ധികളുണ്ട്, ഒരുപാട് രോഗങ്ങളുണ്ട് റഹ്മാനെ. നിരവധി പേരാണ് ഞങ്ങളുടെ വീഡിയോകൾക്ക് താഴെ ദുആ വസിയത്ത് പറയുന്നത്. ആരെല്ലാം എന്തെല്ലാം രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ടോ അവരുടെ എല്ലാ ബുദ്ധിമുട്ടും നീ മാറ്റി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, പടച്ചവനെ, മാരകമായ അസുഖങ്ങൾ തന്ന നീ പരീക്ഷിക്കല്ലേ അല്ലാ. ഒരുപാട് ദുഃഖങ്ങളുള്ളവരുണ്ട്, ദുഃഖങ്ങൾ നീ മാറ്റി കൊടുക്കണേ അല്ലാ. സങ്കടങ്ങൾ മാറ്റി കൊടുക്കണേ അല്ലാ. കടങ്ങൾ നീ മാറ്റിത്തരണേ റഹ്മാനെ. വീടില്ലാത്തവർക്ക് നീ ഖൈറായ വീട് കൊടുക്കണേ അല്ലാ. ജോലിയില്ലാത്തവർക്ക് ഖൈറായ ജോലി നീ അടുപ്പിച്ചു കൊടുക്കണേ റഹ്മാനെ. വിവാഹപ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാത്ത ഒരുപാട് ചെറുപ്പക്കാരുണ്ട്, ചെറുപ്പക്കാരികളുണ്ട്. അവർക്ക് നീ ഖൈറായ ജീവിതം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ റഹ്മാനെ, വിവാഹം കഴിഞ്ഞ് ഒരുപാട് നാളുകളായി മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് ഖൈറായ മക്കളെ കൊടുക്കണേ അല്ലാ. അതുപോലെ തന്നെ റഹ്മാനെ, അല്ലാഹുവേ, വീടും സ്ഥലവും വിറ്റുപോവാൻ പ്രത്യേകം ദുആരക്കാൻ പറഞ്ഞവരുണ്ട്. അവരുടെ ആ മുറാദ് നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ഈ സദസ്സിൽ പങ്കെടുക്കുന്ന നിരവധി ഉമ്മമാരുണ്ട്, എല്ലാവർക്കും നീ ഖൈർ കൊടുക്കണേ അല്ലാ. ഒരുപാട് ഉപ്പമാരുണ്ട്, സഹോദരി സഹോദരന്മാരുണ്ട്, എല്ലാവരുടെയും ജീവിതത്തിൽ നീ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ കച്ചവടത്തിൽ ഖൈർ നൽകണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങൾക്ക് എല്ലാവർക്കും മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്താക്കി തരണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ നീ കാക്കണേ അല്ലാ. അവരൊക്കെ പഠിക്കുകയാണ് റബ്ബേ, അവർക്ക് ഉന്നതമായ പഠനത്തിൽ മികവ് കൊടുക്കണേ റഹ്മാനെ. പരീക്ഷകളിൽ, എക്സാമുകളിൽ നല്ല മാർക്കോടുകൂടി പാസ്സാവാനുള്ള തൗഫീക്ക് കൊടുക്കണേ റഹ്മാനെ. ഒരുപാട് പേര് പ്രവാസികൾ ദുആരക്കാൻ പറഞ്ഞവരുണ്ട്, അവരുടെ ജോലികളിൽ നീ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. അവരുടെ കുടുംബങ്ങളിൽ നീ സമാധാനം വർഷിപ്പിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ദുൽഹിജ്ജ മാസം ഞങ്ങൾക്ക് നീ അനുകൂലമാക്കണേ അല്ലാ. ഖൈറിന്റെ സലാമത്തിന്റെ മാസമാക്കണേ അല്ലാ. അല്ലാഹുവേ, ഒരു വർഷം കടന്നു പോവുകയാണ്, ഞങ്ങൾ ചെയ്ത പാപങ്ങൾ പുറത്തു തരണേ അല്ലാ. ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയവർക്കും നീ സ്വർഗ്ഗം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, എന്തെല്ലാം മനസ്സിൽ ഹലാലായ മുറാദുകളുണ്ടോ എല്ലാം നീ ഹാസിലാക്കി തരണേ അല്ലാ. വിഷമങ്ങൾ, സങ്കടങ്ങൾ നീ മാറ്റി തരണേ റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു
സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല നമ്മുടെ ദുആയിനെ സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.